നമസ്കാരം. വൈധവ്യ യോഗമുള്ള 5 നക്ഷത്രങ്ങൾ. ജ്യോതിഷപ്രകാരം ഓരോ നാളുകൾക്കും ഓരോ ഫലങ്ങളുണ്ട്. ഓരോരുത്തരുടെയും ജനന സമയവും ജാതകവുമെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങൾ വ്യത്യാസപ്പെടുന്നതാണ്. ജ്യോതിഷം ശാസ്ത്രം തന്നെയാണ്. ഇത് കൃത്യമായി പഠിച്ചിരിക്കണമെന്ന് മാത്രം. ജ്യോതിഷശാസ്ത്രപ്രകാരം പല നാളുകൾക്കും ഫലങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. പൊതുവായ ഫലങ്ങൾ എല്ലാ നക്ഷത്രങ്ങൾക്കും ഉണ്ടെങ്കിലും ജനന സമയവും ജാതകവുമെല്ലാം അടിസ്ഥാനപ്പെടുത്തി ഗണിക്കുമ്പോൾ ഇവ വ്യത്യാസപ്പെടുന്നതായി കാണാം. ഇത്തരത്തിൽ ഒന്നാണ് വൈധവ്യം എന്നത്. വൈധവ്യം എന്നത് ഭർത്താവിൻ്റെ മരണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഭർത്താവില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഭർത്താവ് സംരക്ഷണം നൽകാത്ത അവസ്ഥ എന്നാണ്. ചില പ്രത്യേക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വൈധവ്യ യോഗമുള്ളതായി ജ്യോതിഷം പറയുന്നു. ഗ്രഹനിലയിൽ 7-ാം ഭാവത്തിൽ ഒന്നിലേറെ ഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒന്നിലേറെ വിവാഹവും, ഇതല്ലെങ്കിൽ ഒരു പങ്കാളി ഉണ്ടായിരിക്കെ മറ്റൊരു വിവാഹം, ഇതല്ലെങ്കിൽ ആദ്യ പങ്കാളിയുടെ മരണം കാരണമെന്നും പറയാവുന്നതാണ്. ഇത് വിവാഹേതര ബന്ധമാവാം. ഇതൊരു പൊതുഫലമാണ് എന്നത് പ്രധാനമാണ്. 2 നക്ഷത്രങ്ങളുടെ പൊരുത്തവും ജാതകവും അടിസ്ഥാനപ്പെടുത്തി ഇത് വ്യത്യാസപ്പെടുന്നതായി കാണാം. ഇത് സാധ്യത മാത്രമാണെന്നതും പ്രധാനം തന്നെയാണ്. വേണ്ടത്ര പരിഹാരങ്ങൾ ചെയ്താൽ ഇതിന് പരിഹാരമുണ്ടാകുന്നതാണ്. ഇതിൽ തൃക്കേട്ടയാണ് ഒരു നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീക്ക് വൈധവ്യ യോഗമുണ്ടെന്നാണ്. ഭർത്താവിന് മരണം എന്നതാകാം, ഇതല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നതായി കാണുന്നു. സങ്കടപൂർണവും മനക്ലേശവുമായ വിവാഹ ജീവിതമാണ് തൃക്കേട്ട നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് വരുന്നത്. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ്. ഇവരുടെ വിവാഹ ജീവിതം പൊതുവെ സമാധാനക്കേട് നിറഞ്ഞതായിരിക്കും. ചെറിയ കാര്യങ്ങൾ പോലും വഴക്കിലെത്തി വിട്ടുപിരിയേണ്ടി വരുന്ന അവസ്ഥ, അതായത് വൈധവ്യ യോഗത്തിന് തുല്യമായ രീതിയിൽ എത്തുവാൻ ഏറെ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണിത്. 3-ാമത്തെ നക്ഷത്രം അവിട്ടമാണ്. പരസ്പരമുള്ള വിശ്വാസക്കുറവ് ഇവരുടെ ദാമ്പത്യത്തിൽ ഉണ്ടാകുന്നതാണ്. പരസ്പരം മനസ്സിലാക്കാതെയുള്ള ദാമ്പത്യം വേർപിരിയലിന് തുല്യമായ രീതിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഒരുമിച്ച് എന്തിനെങ്കിലും ഇറങ്ങിയാൽ എന്തെങ്കിലും കാര്യത്തിനായി പരസ്പരം വഴക്കുണ്ടാക്കുക തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും ഒരുപാട് സാധ്യതയുണ്ട്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. 2 വിവാഹ യോഗം കാണുന്ന നക്ഷത്രം കൂടിയാണിത്. ചെറിയ കാര്യങ്ങളാൽ വേർപിരിയുവാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. എന്നാൽ എല്ലാ രോഹിണിക്കാർക്കും ഇതുണ്ടാകണമെന്നില്ല. ദമ്പതിമാർ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് ജീവിക്കുവാൻ ശ്രമിക്കുന്നത് അഭിലഷണീയമായ കാര്യമാണ്. ആയില്യമാണ് അടുത്ത നക്ഷത്രം. ഇവർക്ക് ജീവിതാവസാനം വരെ ഒരുമിച്ചു ജീവിക്കാമെന്ന് ഉറച്ച് ചിന്തിച്ചിറങ്ങിയാലും ആഗ്രഹിച്ച പോലുള്ള ജീവിതം ലഭിക്കണമെന്നില്ല. പരസ്പരമുള്ള കലഹം, ചെറിയ കാര്യങ്ങൾക്കുള്ള വഴക്ക്, കീരിയും പാമ്പും പോലെയുള്ള അവസ്ഥ എന്നിവയെല്ലാം ഇവർക്കുണ്ടാകുന്നു. ഇത്തരത്തിലുള്ള വൈധവ്യ യോഗം ഇവർക്ക് കൂടുതലായി കാണാറുണ്ട്. ജാതകവശാൽ ഇത്തരം യോഗമുണ്ടെങ്കിൽ ഇതിന് പരിഹാരം ചെയ്യേണ്ടതാണ്. ഇങ്ങനെ വൈധവ്യ യോഗം കാണുന്ന നക്ഷത്രക്കാർ അഥവാ ജാതകത്തിൽ വൈധവ്യ യോഗമുള്ളവർ ശിവക്ഷേത്ര ദർശനം നടത്തി തിങ്കളാഴ്ചകളിൽ ശിവഭഗവാന് പിൻവിളക്ക്, മുൻവിളക്ക് എന്നിവ നടത്തേണ്ടതാണ്. ഇത് അടുപ്പിച്ച് 41 തിങ്കളാഴ്ചകളിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ശിവഭജനം നടത്തുകയും ചെയ്യുക വഴി ദോഷഫലങ്ങൾ ഒഴിവാക്കാവുന്നത് തന്നെയാണ്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും
കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ കർമ്മ ഗ്രഹ രാശി നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.